ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ക്രൈസ്തവ സാക്ഷ്യം വഹിക്കാൻ ഭയപ്പെടരുതെന്ന് യുവജനങ്ങളോട് ലിയോ 14 പാപ്പ. സ്ലോവേക്കിയയിലെ കോസീസിലെ കത്തീഡ്രലിൽ ഒത്തുകൂടിയ യുവജനങ്ങൾക്ക് അയച്ച വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. നിങ്ങൾ സന്തോഷത്തിന് സാക്ഷികളാകൂ. നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സ്കൂളുകളിലേക്കും സമൂഹങ്ങളിലേക്കും ക്രിസ്തുവിന്റെ വെളിച്ചം കൊണ്ടുവരികയെന്നും പാപ്പ പറഞ്ഞു. Dear young people, with joy I greet you as you gather before the splendid cathedral of Kosice, which is a beating heart of faith and hope. Coming from different nations, yet united by the same faith, your presence is a tangible sign of the fraternity and peace that is instilled in our hearts by friendship with Christ. Jesus calls you to be witnesses of communion, builders of bridges, and sowers of trust in a world often marked by division and suspicion. Do not be afraid then to show that you are Christians, to live the gospel with enthusiasm, and to share the joy that springs from encountering the Lord. Always remember the following words and be courageous in bringing their meaning to others. In every situation of our life, we will experience that we are never alone, for as children, we are always loved, forgiven, and encouraged by God. Indeed, it is this certainty that makes you free, lifts you above indifference, and spurs you on to love with an open and generous heart. Be witnesses of this joy. Bring the light of Christ into your families, schools, universities, workplaces, and communities. In this way, the youthful face of the Church will continue to shine in the heart of Central Europe, where the faith of your forebears remains even today a source of new life. With affection, I impart to you my apostolic blessing and entrust each of you to the protection of the Virgin Mary, Mother of the Church and Queen of Peace. And may the blessing of Almighty God, the Father and the Son and the Holy Spirit come upon you and remain with you always. Amen. ക്രിസ്തുവിന്റെ വെളിച്ചം സമൂഹങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നും പാപ്പ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കോസീസിലെ കത്തീഡ്രലിൽ സന്നിഹിതരായ യുവാക്കൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ഒരേ വിശ്വാസത്താൽ ഏകീകരിക്കപ്പെട്ട അവർ ക്രിസ്തുവുമായുള്ള സൗഹൃദം ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രകടമായ അടയാളമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം മക്കളെന്ന നിലയിൽ ദൈവം എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു, നമ്മോട് ക്ഷമിക്കുന്നു, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ധൈര്യത്തോടെ ഓർക്കുകയെന്ന് യുവജനങ്ങളോട് പാപ്പ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നാം ഒരിക്കലും തനിച്ചല്ല. കുട്ടികളെന്ന നിലയിൽ നമ്മെ ദൈവം എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും നമ്മോട് ക്ഷമിക്കുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഈ ഉറപ്പ് നമ്മെ സ്വതന്ത്രരാക്കുന്നുവെന്നും കൂടുതൽ ഉദാത്തമായ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും ക്രിസ്തുവിന്റെ വെളിച്ചം കൊണ്ടുവരാനും പാപ്പ ആഹ്വാനം ചെയ്തു. തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദവും യുവജനങ്ങൾക്ക് നൽകി. കർദിനാൾ സംഘത്തിന്റെ അസാധാരണ സമ്മേളനം ജനുവരിയിൽ. ജനുവരി 7, 8 തീയതികളിലാണ് സമ്മേളനം നടക്കുക. സമ്മേളനത്തിന്റെ അജണ്ട എന്താണെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടില്ല. കർദിനാൾ കോളേജിന്റെ ഡീൻ കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ കത്ത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഏകോപന ഓഫീസിന് ഉടനെ കൈമാറും. സഭയുടെ പ്രത്യേക ആവശ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ കർദിനാൾമാർക്കുമിടയിൽ വിശാലമായ കൂടിയാലോചന ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മാർപ്പാപ്പ വിളിച്ചുകൂട്ടുന്ന പ്രത്യേക സമ്മേളനങ്ങളെയാണ് അസാധാരണ കൺസിസ്റ്ററികൾ എന്നറിയപ്പെടുന്നത്. 2022 ഓഗസ്റ്റ് 29, 30 തീയതികളിലായിരുന്നു വത്തിക്കാനിൽ ഏറ്റവും ഒടുവിൽ അസാധാരണ കൺസിസ്റ്ററി നടന്നത്. റോമൻ കൂരിയുടെ പരിഷ്കരണമായിരുന്നു ഫ്രാൻസിസ് പാപ്പ വിളിച്ചു ചേർത്ത ഈ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. സംഘർഷഭരിത മേഖലകൾക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സംഘർഷങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാനാണ് പാപ്പ ആഹ്വാനം ചെയ്തത്. വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ചയിൽ അനുവദിച്ച വേളയിലാണ് പാപ്പ ഈ ആഹ്വാനങ്ങൾ നടത്തിയത്. La cattedrale della diocesi di Roma è la sede del successore di Pietro, come sappiamo, non è soltanto un'opera di straordinaria valenza storica, artistica e religiosa, ma rappresenta anche il centro propulsore della fede, affidata e custodita dagli apostoli, e della sua trasmissione lungo il corso della storia, prima seguaci del Cristo e testimoni del Vangelo. Questo ci rimanda ad uno sguardo spirituale che ci aiuta ad andare oltre l'aspetto esteriore per cogliere nel mistero della Chiesa ben più di un semplice luogo, di uno spazio fisico, di una costruzione fatta di pietre. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് പാപ്പ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. അവിടുത്തെ ജനങ്ങളെ വിസ്മരിക്കരുതെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് പാപ്പ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അവർക്ക് വേണ്ട മാനവിക സഹായങ്ങൾ എത്തിക്കാൻ തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചു. യുവജനങ്ങളെയും രോഗികളെയും നവവധൂവരന്മാരെയും പ്രത്യേകമായി പാപ്പ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ക്രിസ്തുവിനെ കൂടുതൽ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അതിനായി വിശുദ്ധർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പിൻചെന്ന് മുന്നേറാനും പാപ്പ ആഹ്വാനം ചെയ്തു. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും പാപ്പ ഏവരോടും ആഹ്വാനം ചെയ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരിക്കലും ദൈവവിശ്വാസം കൈവിടരുതെന്നും പാപ്പ ഏവരോടും പറഞ്ഞു. In realtà, come il Vangelo ci ricorda nell'episodio della purificazione del Tempio di Gerusalemme compiuta da Gesù, il vero santuario di Dio è il Cristo morto e risorto. Egli è l'unico mediatore della salvezza, l'unico redentore, colui che legandosi alla nostra umanità e trasformandoci col suo amore rappresenta la porta che si spalanca per noi e ci conduce al Padre. Noi siamo la Chiesa di Cristo, il suo corpo, le sue membra chiamate a diffondere nel mondo il suo Vangelo di misericordia, di consolazione e di pace, attraverso quel culto spirituale che deve risplendere anzitutto nella nostra testimonianza di vita. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ച് വത്തിക്കാൻ. നവംബർ 14 മുതൽ 16 വരെ പാവപ്പെട്ടവർക്കായി പ്രത്യേക ജൂബിലി ആഘോഷിക്കുമെന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള ഏകദേശം 10,000 തീർത്ഥാടകരും കാരുണ്യ സംഘടനകളുടെ സഹായം ലഭിക്കുന്ന പാവപ്പെട്ടവരും ഇതിൽ പങ്കെടുക്കും. നവംബർ 14 വൈകിട്ട് 5:30 സെന്റ് പോൾ ബസിലിക്കയിൽ കരുണയുടെ ജാഗരണ പ്രാർത്ഥനയോടെയാണ് ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. നവംബർ 15 തീർത്ഥാടകർ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധവാതിൽ കടക്കും. നവംബർ 16 നടക്കുന്ന ദരിദ്രർക്ക് വേണ്ടിയുള്ള ആഗോള ദിനത്തിൽ ലിയോ പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ആ ദിവസം ലിയോ പാപ്പയോടൊപ്പം 1300 ദരിദ്രർ ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്യും. ദരിദ്രർക്കായി സൗജന്യ മെഡിക്കൽ സേവനങ്ങൾ, പുതിയ ക്ലിനിക്കുകൾ, വസ്തുക്കൾ, ഭക്ഷണ സഹായങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ യുക്രൈനിലെ യുദ്ധബാധിതർക്കുള്ള സഹായ സാമഗ്രികൾ അയക്കാനും വത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിന്റെ ദുരുപയോഗത്തെക്കുറിച്ച് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. അമിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചാണ് ലിയോ 14 പാപ്പ മുന്നറിയിപ്പ് നൽകിയത്. ഇറ്റലിയിലെ മന്ത്രിമാരുടെ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റോമിൽ സംഘടിപ്പിച്ച 7ാമത് നാഷണൽ കോൺഫറൻസ് ഓൺ അഡിക്ഷൻസിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശത്തിലാണ് പരിശുദ്ധ പിതാവ് ഈ മുന്നറിയിപ്പ് നൽകിയത്. Sono lieto di rivolgere il mio cordiale saluto a quanti prendono parte alla 7ª conferenza nazionale sulle dipendenze, promossa a Roma dalla Presidenza del Consiglio dei Ministri. Negli ultimi tempi alle dipendenze come droghe e alcol,
che continuano a essere le prevalenti, si sono aggiunte forme nuove perché il crescente utilizzo di internet, computer e smartphone si associa non solo a chiari benefici, ma anche a un uso eccessivo che spesso sfocia in dipendenze con conseguenze negative per la salute, che hanno a che vedere con il gioco compulsivo e le scommesse, con la pornografia, la presenza quasi costante sulle piattaforme del mondo digitale. E l'oggetto di dipendenza diventa un'ossessione, condizionando il comportamento e l'esistenza quotidiana. Questi fenomeni, il più delle volte, sono il sintomo di un disagio mentale o interiore dell'individuo e di un decadimento sociale di valori e di riferimenti positivi, in particolare negli adolescenti e nei giovani. Quello della giovinezza è un tempo di prove e di interrogativi, di ricerca di un significato per l'esistenza e di scelte che riguardano il futuro. L'aumento del mercato e del consumo di droghe, il ricorso al guadagno facile mediante le slot machine, la assuefazione a internet che include anche contenuti dannosi, dimostrano che viviamo in un mondo privo di speranza dove mancano proposte umane e spirituali vigorose. Di conseguenza, molti giovani pensano che tutti i comportamenti si equivalgano, in quanto non riescono a distinguere il bene dal male e non hanno il senso dei limiti morali. സമീപകാലത്തെ ഏറ്റവും വ്യാപകമായി തുടരുന്ന മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ ആസക്തികൾ കൂടാതെ ഇന്റർനെറ്റ്, കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം നല്ല കാര്യങ്ങൾക്കായി മാത്രമല്ല അമിതമായ ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. ഈ അഡിക്ഷൻസ് തെറ്റായ രീതിയിലേക്ക് വഴിമാറുന്നതായും പാപ്പ പറഞ്ഞു. കൗമാരക്കാരിലും യുവാക്കളിലും ഉണ്ടാകുന്ന തകർച്ചയുടെ ലക്ഷണമാണിതെന്നും പാപ്പ പറഞ്ഞു. യുവതലമുറയിൽ ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അതുവഴി അവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നതിനും ലക്ഷ്യമിട്ടുള്ള മാതാപിതാക്കളുടെയും സ്കൂളുകൾ, ഇടവകകൾ തുടങ്ങിയ വിവിധ വിദ്യാഭ്യാസ ഏജൻസികളുടെയും ശ്രമങ്ങളെ വിലമതിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പരിശുദ്ധ പിതാവ് ഏവരോടും അഭ്യർത്ഥിച്ചു. Pertanto sono da apprezzare e incoraggiare gli sforzi dei genitori e delle varie agenzie educative come la scuola, le parrocchie, gli oratori, volti a ispirare nelle giovani generazioni i valori spirituali e morali, perché si comportino da persone responsabili. Gli adolescenti e i giovani hanno bisogno di formare la coscienza, di sviluppare la vita interiore e di instaurare con i coetanei rapporti positivi e con gli adulti un dialogo costruttivo, per diventare gli artefici liberi e responsabili della propria esistenza. La paura del futuro e dell'impegno nella vita adulta che si osserva fra i giovani li rende particolarmente fragili. Spesso non sono spronati a lottare per un'esistenza retta e bella. Hanno la tendenza a ripiegarsi su se stessi. Le istituzioni dello Stato, le associazioni di volontariato, la Chiesa e la società tutta sono chiamati a percepire fra questi giovani una richiesta di aiuto e una profonda sete di vivere per offrire una presenza attenta e solidale che li inviti a uno sforzo intellettuale e morale e che li aiuti a forgiare la loro volontà. Si tratta di impegnarsi sempre più e in maniera concertata in un'opera di prevenzione che si traduca in un intervento della comunità nel suo insieme. È importante, nell'ambito di una politica di prevenzione del disagio giovanile, incrementare l'autostima delle nuove generazioni, per contrastare il senso di insicurezza e instabilità emotiva favorito sia dalle pressioni sociali che dalla stessa natura della fase adolescenziale. Le opportunità di lavoro,
l'educazione, lo sport, la vita sana, la dimensione spirituale dell'esistenza, questa è la strada della prevenzione delle dipendenze. Incoraggio quanti prendono parte a questo significativo evento a delineare proposte operative volte alla promozione di una cultura della solidarietà e della sussidiarietà, una cultura che si opponga agli egoismi e alle logiche utilitaristiche ed economiche, ma che sia protesa verso l'altro, in ascolto, in un cammino di incontro e di relazione con il prossimo, soprattutto quando è più vulnerabile e fragile. വാഴ്ത്തപ്പെട്ട മദർ ഏലീശ്വ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് പ്രചോദനമാണെന്ന് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസം നടന്ന പൊതുകൂടിക്കാഴ്ചയുടെ അവസരത്തിലാണ് കേരള സഭയിലെ ആദ്യ സന്യാസിനിയായി വാഴ്ത്തപ്പെട്ട മദർ ഏലീശ്വയെ പാപ്പ അനുസ്മരിച്ചത്. Sabato scorso a Kochi, nello stato indiano del Kerala, è stata beatificata Madre Eliswa Vakail, vissuta nel XIX secolo, fondatrice del Terz'Ordine delle Carmelitane Scalze Teresiane. Il suo coraggioso impegno in favore dell'emancipazione delle ragazze più povere è fonte di ispirazione per quanti operano nella Chiesa e nella società per la dignità della donna. Rivolgo un cordiale benvenuto ai fedeli di lingua italiana. ഇറ്റാലിയൻ ഭാഷയിൽ ആളുകളെ അഭിസംബോധന ചെയ്യവേ പാപ്പ മലയാളികൾക്ക് പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയ്ക്ക് അഭിമാനവും സന്തോഷവും നൽകുന്ന ഈ പ്രത്യേക പരാമർശം നടത്തുകയായിരുന്നു. കേരളത്തിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പാപ്പ മദർ ഏലീശ്വയാണ് നിഷ്പാദുക കർമ്മലിത്ത 3-ാം സമൂഹത്തിന്റെ സ്ഥാപകയെന്നും പറഞ്ഞു. ലിയോ 14 പാപ്പയുടെ പ്രതിനിധിയായി എത്തിയ മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പ്രഖ്യാപനം നടത്തുകയായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും പെൺകുട്ടികൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂൾ ആരംഭിക്കുകയും ചെയ്ത മദർ ഏലീശ്വ കേരളത്തിൽ സ്ത്രീ നവോത്ഥാനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച അതുല്യ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.